വാസുവേട്ടൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ആരെയും... മേഘനാഥനുണ്ട് ഇവിടെ. വാസുദേവൻ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ തൃപ്പങ്ങോട്ട് കുടുംബം നശിച്ചു എന്നതിനർത്ഥമല്ല. ഇവിടെ ഇനിയും ചില മനുഷ്യജന്മങ്ങൾ ബാക്കിയുണ്ട്. അതിലൊരാളാണ് ഞാൻ. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ ഭർത്താവ് മേഘനാഥൻ. സുഭദ്രയുടെ ഭർത്താവ് മേഘനാഥൻ. അതിന്റെ അർത്ഥം... വക്കീലമ്മ പൂജയല്ലേ, അതിനുവേണ്ടി മൂപ്പിളമ തർക്കത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ... ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് പൂജ തുടങ്ങാം. ചടങ്ങുകളിലേക്ക് കടക്കാം. വരൂ, തിരുവാഭരണങ്ങളും ഉടവാളും നമുക്ക് എടുക്കാം. മേഘനാഥ, തൊട്ടുപോരുത്. വിഗ്രഹത്തെ പൂജിക്കുന്നത് ഒരു സാധാരണ ചടങ്ങാണ്. എന്നും 3 നേരം നടക്കുന്ന സാധാരണ കർമ്മം. അതിൽ അന്യനൊരാൾ പങ്കെടുത്താൽ കുഴപ്പമൊന്നും വരില്ലായിരിക്കാം. പക്ഷേ ഉടവാളെടുക്കുന്നതും തിരുവാഭരണം ചുമക്കുന്നതും ഒരു സാധാരണ കർമ്മമല്ല. അത് കർമ്മത്തിന് നിശ്ചയിക്കപ്പെട്ടവർ തന്നെ ചെയ്താലേ പറ്റൂ. എന്താ, അങ്ങനെ അല്ലെന്ന അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, വക്കീൽ അദ്ദേഹം പറഞ്ഞതാണ് ശരി. അതാണ് ശരി. അത് തന്നെയാണ് ശരി. അതാണ് ശരി. ഉടവാൾ എടുക്കേണ്ടത് തൃപ്പങ്ങോട്ട് കുടുംബത്തിൽ രക്തബന്ധമുള്ളവരാ, അന്യദേശമായ കോട്ടയ്ക്കിലുള്ളവരല്ല. ഏത് ദേശമായാലും
ഞാൻ ഈ വീട്ടിലെ മരുമകനാ. അതെ, മരുമകനാണ്, മകനല്ല. രക്തബന്ധമല്ല എന്നർത്ഥം. അങ്ങനെയൊന്നും ഒരു ശാസ്ത്രവും പറയുന്നില്ല. തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ വയറ്റിൽ വളരുന്ന കുട്ടി എന്റെ രക്തം തന്നെയാ. അതിലെന്തെങ്കിലും തർക്കം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ എന്തർത്ഥമുള്ളത്? ശരി ശരി ശരി, ഇനി ഇതിലൊരു തർക്കം വേണ്ട. സുഭദ്ര കുഞ്ഞു പറയട്ടെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഏത് ദേശമായാലും ഏത് കുടുംബമായാലും അതൊക്കെ അവിടുത്തെ നാഥന്മാർ നോക്കിക്കൊള്ളും. പക്ഷേ ഇവിടെ ഇപ്പൊ നടക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. അതിലൊരു തർക്കമുണ്ടായാൽ ഇടപെടാനും നിർണായകമായ തീരുമാനമെടുക്കാനുമുള്ള അധികാരവും അവകാശവും തന്ത്രിക്കാണ്. ആ അതെ അതെ, അതാണ് വേണ്ടത്. എന്താ വേണ്ടതെന്ന് തിരുമേനി പറഞ്ഞാ മതി. അത് ഈ കുടുംബത്തിലുള്ളവർ അനുസരിക്കും. കുടുംബം മാത്രമല്ല, ദേശം തന്നെ അനുസരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ഇതിലൊരു തർക്കം വേണ്ട, അതാണ് അതിന്റെ ശരി. തിരുമേനി പറഞ്ഞാ മതി. തിരുമേനി പറയുന്നതാണ് ശരി. തിരുമേനി പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ ശരി പറയണം. ഈ ചടങ്ങിനും ഇവിടെ നടക്കുന്ന കർമ്മത്തിനും പതിറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യവും കീഴ്വഴക്കങ്ങളും ഉണ്ട്. ഇന്നായിട്ട് നാം അത് തെറ്റിക്കാൻ പാടില്ല. തൃപ്പങ്ങോട്ടമ്പലത്തിലെ ശ്രീമൂലസ്ഥാനത്ത് വെച്ച് പൂജിക്കാൻ ഇന്ന് ഈ ഉടവാളെടുക്കേണ്ടത് ഈ കുടുംബത്തിൽ നേരിട്ട് രക്തബന്ധമുള്ളയാൾ തന്നെയാണ്. തൃപ്പങ്ങോട്ട് വാസുദേവൻ തീപ്പെട്ടു പോയെങ്കിൽ തൃപ്പങ്ങോട്ട് സുഭദ്ര വേണം ഇന്നതെടുക്കാൻ. തിരുവാഭരണപ്പെട്ടി അനിയത്തിമാരും എടുക്കണം. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവർ തടസ്സം സൃഷ്ടിക്കാതെ മാറി നിൽക്കുന്നതാണ് ചടങ്ങിന് ഉചിതം. കുട്ടി വരൂ.
അമ്മേ, എങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? വെറുതെ മനസ്സിന് വല്ലാത്ത സന്തോഷം. അല്പനേരം ചതുരംഗം കളിക്കാമെന്ന് വിചാരിച്ചു. പരിഹാസം നന്നായിട്ടുണ്ട്, പക്ഷേ അത് സ്വന്തം പ്രതിബിംബം നോക്കിയാണെന്ന് മാത്രം. മേഘനാഥ, എന്റെ അമ്മേ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തൃപ്പങ്ങോട് ദേശം മുഴുവൻ നമുക്കെതിരാണ്. നമുക്കുണ്ടാവുന്ന അപമാനത്തിലും വീഴ്ചയിലും ആനന്ദിക്കുന്നവരാ ഇവിടുത്തെ ഓരോ വ്യക്തിയും. ഇന്നുണ്ടായതിൽ വലിയ അപമാനങ്ങൾ ഇനിയുണ്ടാവും. അതിന്റെ പേരിൽ ഇപ്പോഴേ പ്രതിഷേധിച്ചാൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഒരിടത്തും. ശരി, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടുത്തെ നിലവറയിൽ കുറച്ചധികം വക്ക് പൊട്ടിയ പിച്ചള പാത്രങ്ങളും കാലൊടിഞ്ഞ സിംഹാസന കസേരകളും ഉണ്ട്. അതിനിടയിൽ പോയി ഒളിച്ചിരിക്കാം. നീ എല്ലാം പിടിച്ചടക്കിയതിനു ശേഷം പുറത്തു വന്നാ മതിയല്ലോ. എന്റെ അമ്മേ, ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഒന്ന് മതിയാക്ക്. നമ്മളിവിടെ വന്നത് പിടിച്ചടക്കാന്. പിടിച്ചടക്കിയ അംശാധികാരിയെ പോലെ വാഴാൻ. ഇതൊരു യുദ്ധമാണ്. അതിനുപോലും ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതിശൈത്യവും അതിവേനലും ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നോക്കണം. ഇപ്പോൾ വേണ്ടത് ആഞ്ഞടിച്ച് കയറലല്ല, പതുങ്ങി കാത്തിരിപ്പ. നമ്മുടെ സമയം വരാൻ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. പക്ഷെ എത്ര കാലം? ക്ഷമയ്ക്കൂല്ലേ ചില അതിരൊക്കെ? ഉണ്ട്. ആ അതിര് തകർന്നു വീഴുന്നത് സുഭദ്ര പ്രസവിക്കുമ്പോഴാ. എനിക്കൊരു കുഞ്ഞ് ജനിക്കണം. മേഘനാഥനൊരു മകൻ. അവൻ ജനിച്ചാൽ പിന്നെ ഈ തൃപ്പങ്ങോട്ടുകാർക്ക് ഈ ഭവാനിയെയും മേഘനാഥനെയും തള്ളി പറയാനാവില്ല. ഈ ദേശത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടവാള് പിന്നെ അവൻ എടുക്കും. ആ ഉടവാള് കൊണ്ടുവേണം എനിക്കെന്റെ യുദ്ധം ആരംഭിക്കാൻ. അതിലാദ്യം തലയേറ്റ് വീഴാൻ പോകുന്നത് ഇവിടത്തെ പെൺപടയാണ്. തൃപ്പങ്ങോട്ട് കുടുംബത്തിലെ പെൺ തലമുറ തന്നെ. കള്ളച്ചക്കൻ ഉറങ്ങുന്നില്ലല്ലോ ഇതുവരെ. കുറുമ്പും കാണിച്ചോണ്ട് കിടക്കുക. ഞാൻ ഇവനൊരു നുള്ളൊടുത്ത് കരയ്ക്ക് നോക്കിക്കേ. പറ്റില്ല പറ്റില്ല പറ്റില്ല. നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞാവെ കരയിക്കാൻ പാടില്ല. സുഭദ്രേച്ചി അറിഞ്ഞ സങ്കടപ്പെടും. അതെ അതെ, കുഞ്ഞിനെ ഞാനിങ് എടുക്കാൻ പോവാ. എന്നിട്ട് പരിചയപ്പെടുത്താം നമ്മളൊക്കെ ആരാണെന്ന്. ഇതാരാണെന്ന് നോക്കിയേ. ഇതാണ് കുഞ്ഞാവയുടെ ദർശന ചേച്ചി. ഇതാണ് രാധ ചേച്ചി. ഇനി കുഞ്ഞാവയ്ക്ക് ഒരു വലിയ ചേച്ചിയും കൂടിയുണ്ട്. അതാണ് സുഭദ്ര ചേച്ചി. അയ്യേ, ഈ സൗഭാഗ്യം എന്തൊരു പൊട്ടയാണെന്ന് നോക്കിയേ. സൗഭാഗ്യം അങ്ങനെ പറയരുത്. സുഭദ്രേച്ചിയുടെ കുഞ്ഞ് ചേച്ചി അമ്മയെന്നല്ലേ വിളിക്കേണ്ടത്, സുഭദ്രേച്ചി എന്നല്ലല്ലോ. അത് ശരിയാണല്ലോ. അതെ അതെ, അത് ശരിയാ. സുഭദ്രേച്ചി സമ്മതിക്കില്ല. പക്ഷേ സുഭദ്രേച്ചിയുടെ മുൻ നമ്മുടെ അനിയനല്ലേ. നമുക്കവനെ അനിയൻ കുട്ടാന്നല്ലേ വിളിക്കാൻ പറ്റൂ. കുഞ്ഞാവേന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ല. കുഞ്ഞുവാവേന്ന് മോനെ
മോനെന്നൊക്കെ വിളിക്കാൻ അതിന്റെ അമ്മയ്ക്കേ അവകാശമുള്ളൂ, നമുക്കില്ല. സൗഭാഗ്യ, സൗഭാഗ്യ, സൗഭാഗ്യ. സൗഭാഗ്യക്ക് എന്തു പറ്റി? എന്താ ഒരു സങ്കടം പോലെ? ചേച്ചിമാർക്ക് എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയെ കണ്ടതായ ഓർമ്മയുണ്ടോ? എന്റെ ഈശ്വരന്മാരെ, എന്റെ അനുജത്തിമാര്, അല്ലല്ല എന്റെ മക്കൾ, ഇതുവരെ ചോദിക്കാത്ത ചോദ്യമാണല്ലോ ഇത്. അമ്മ മരിച്ചു പോയതിനു ശേഷം അമ്മയുടെ ഒരു കുറവും ഒരു നിമിഷം പോലും അറിയിക്കാതെ ഞാൻ വളർത്തിയ എന്റെ പൊന്നുമക്കൾ ഇപ്പോ അവര് സ്വന്തം അമ്മയെ തിരയുന്നു. ചിലപ്പോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടാണോ ഇങ്ങനെ? എന്റെ മക്കളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചോ? നീ അത് ചോദിച്ചപ്പോ സങ്കടായി. പക്ഷെ ഞാൻ ഇതുവരെ നമ്മുടെ അമ്മയെ പറ്റി ഓർത്തിരുന്നതേയില്ല. ശരിയാ, എനിക്കും വല്ലാതെ സങ്കടം തോന്നുന്നു. ഞാൻ ഇപ്പൊ കരയും. ഏയ് പാടില്ല. നമ്മുടെ സുഭദ്രേച്ചിയും അച്ഛനും ഒന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ലല്ലോ നമുക്ക്. സത്യം പറഞ്ഞ് അമ്മ ഇല്ലല്ലോ എന്ന് ഓർക്കാൻ പോലും ഒരു അവസരം അവര് നമുക്ക് വരുത്തിയിട്ടില്ല. അല്ല, എന്താ എല്ലാവരും തമ്മിലൊരു ഗൂഢാലോചന? ആഹാ, ഇത് കൊള്ളാലോ. മൂന്നാളും കൂടെ അനിയനെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു അല്ലേ? അനിയനല്ലല്ലോ, ചേച്ചി അവനെ അമ്മയെന്നല്ലേ വിളിക്കാൻ പോകുന്നേ? അതെ, അവൻ ഭാഗ്യമുള്ളവനാ. ചേച്ചി അവനെ അമ്മയെന്ന് വിളിക്കാലോ. അമ്മയോടൊത്ത് വളർന്നു എന്ന് പറയാനും പറ്റും അവന്. ഞങ്ങൾക്ക് സാധിക്കാത്തത് നമ്മുടെ അനിയനെ സാധിക്കും. ആര് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കില്ലാന്ന്? നിങ്ങൾക്കും വിളിക്കാമല്ലോ എന്നെ അമ്മയെന്ന്. അമ്മയെന്നോ? അതെ, ജന്മം കൊണ്ട് മാത്രമല്ല ഒരാൾ അമ്മയാവുന്നത്, കർമ്മം കൊണ്ടുകൂടിയാ. കർമ്മം കൊണ്ട് നാളിതുവരെ ഞാൻ നിങ്ങളുടെ അമ്മ തന്നെ ആയിരിക്കാനാ ശ്രമിച്ചിട്ടുള്ളത്. അമ്മയുള്ളപ്പോ ആരാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം എടുത്തു തരേണ്ടത്, കുളിക്കാൻ സഹായിക്കുന്നത്, വേഷങ്ങൾ അണിയിക്കുന്നത്? ആരാ അതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയും? അത് അമ്മ. തീർച്ചയായും അതൊക്കെയാണ് ഒരമ്മയുടെ ചുമതല, അല്ലേ? ആ ചുമതലകളും കാര്യങ്ങളും ഇപ്പൊ ആരാ നിങ്ങൾക്ക് ചെയ്തു തരുന്നേ? സുഭദ്രേച്ചി. അതെ, അപ്പോ ഈ സുഭദ്രേച്ചി ആരാ നിങ്ങൾക്ക്? അത് പിന്നെ സംശയിക്കണ്ട, അമ്മ തന്നെയാ. എന്റെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഈ ചേച്ചിയെ ഇനി നിങ്ങൾക്ക് അമ്മയെന്ന് വിളിക്കാം. എന്താ, സമ്മതമാണോ? എന്നാ വാ. എന്നാൽ വിളിക്ക, കേൾക്കട്ടെ ഞാൻ. അമ്മ. ഒന്നുകൂടെ. അമ്മ. അമ്മ. സഞ്ജിതാപം ജയിക്കേയം
അതെ, പാട്ടൊക്കെ മതി. എനിക്ക് നല്ല വിശപ്പായി. അതെ, എനിക്കും നല്ല വിശപ്പുണ്ട്. എന്നാൽ ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരട്ടെ. രാധേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ പോവാം. അപ്പോഴേക്കും ദേ ഈ പഴമൊക്കെ എടുത്ത് കഴിക്കും, നല്ല രുചിയാ. ആരും ഒരിടത്തേക്കും പോണ്ട. എല്ലാരും അവിടെ തന്നെ ഇരിക്കും. ഭക്ഷണം എന്താ എത്തിക്കഴിഞ്ഞല്ലോ. എന്റെ മക്കൾക്ക് വിശന്നു പോയെന്ന് മനസ്സിലായി. നിങ്ങൾ ഇവിടെ ഇരുന്ന് പാട്ട് പാടി രസിക്കുകയായിരുന്നു എന്നാ ശകുന്തള പറഞ്ഞത്. ഞാൻ നേരത്തെ കണ്ടതാ സുഭദ്ര കുഞ്ഞെ. കുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിശക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് 2-3 പേരില്ലേ ഇവിടെ, എപ്പോഴേ വിളമ്പി വെക്കുമായിരുന്നു എല്ലാം. ആ, അത് സാരമില്ല. ഇന്ന് ഞാനും മക്കളും കൂടെ ഒറ്റയ്ക്കാ വിളമ്പലും കഴിക്കലും. ശകുന്തള പൊയ്ക്കോ. കഴിക്കും. അമ്മേ, ഇവർക്ക് 2 പേർക്കാ വിശപ്പ് കൂടുതൽ. അവർക്ക് ആദ്യം നമുക്ക് കൊടുക്കാം. സൗഭാഗ്യക്ക് ആദ്യം കൊടുക്ക്, അവളല്ലേ കുഞ്ഞുകുട്ടി. ആഹാ, എല്ലാവർക്കും കൊടുത്തിട്ട് മതിയമ്മ എനിക്ക്. വിശപ്പിന് വലിയ കുട്ടിയും ചെറിയ കുട്ടിയെന്നൊന്നുമില്ലല്ലോ. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ അമ്മയും കൂടെ ഇരിക്കെ. ഞാൻ തന്നെ വിളമ്പ എല്ലാവർക്കും. ഇരിക്കമ്മേ. എന്തുപറ്റി അമ്മേ? അയ്യോ അമ്മേ. എന്താ അമ്മേ? അയ്യോ അമ്മേ. എന്തുപറ്റി അമ്മേ? അമ്മ കരയാണോ അതോ ചിരിക്കുകയാണോ? അവൻ എന്നെ ചവിട്ടുന്നു, കള്ള കുഞ്ഞൻ. എടാ കുഞ്ഞ, നീ അവിടെ കിടന്ന് കളിക്കുകയാണല്ലേ? കുഞ്ഞ, കളിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ പുറത്തു വന്നിട്ട് നമ്മളെ ചേച്ചിമാരുടെ കൂടെ കളിക്കാട്ടോ. അതിപ്പോ ചേച്ചിന്നാണോ കുഞ്ഞമ്മയെന്നാണോ അവൻ വിളിക്കുന്നേ? എനിക്കിതുവരെ സംശയം തീർന്നിട്ടില്ല. തൽക്കാലം അവൻ ചേച്ചിന്ന് വിളിച്ചാ മതി. നിങ്ങൾ എന്റെ അനിയത്തിമാരാണെങ്കിലും മക്കളെ പോലെ കൊച്ചുകുട്ടികളല്ലേ. കുഞ്ഞമ്മ എന്നൊക്കെ വിളിച്ചാ വെറുതെ പ്രായം കൂടുതൽ തോന്നിക്കും. ചേച്ചി മതി. ചേച്ചിമാരുടെ കുഞ്ഞനിയൻകുട്ടൻ. ഹായ് അനിയൻകുട്ടൻ, നല്ല പേര്. ആകെ ഒരു ആഘോഷമാണല്ലോ. ആരുടെ കാര്യമാ നിങ്ങളീ പറയുന്നേ? ഞങ്ങളുടെ കുഞ്ഞാവ് വരുന്ന കാര്യ പറയുന്നേ, കുഞ്ഞനിയൻകുട്ടൻ. പക്ഷേ ഈ കാത്തിരിപ്പ് കുറച്ച് കഷ്ടാ. എത്ര നാളായെന്നറിയോ അവന്റെ മുഖം കാണാൻ കൊതിച്ചിരിക്കുന്നു. അതെ, എനിക്കും ഈ കാത്തിരിപ്പ് കുറച്ച് കഷ്ടമായിട്ടാ തോന്നുന്നത്. എത്ര നാളായെന്നറിയോ? ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി ഞാനും അമ്മയും കാത്തിരിക്കുന്നു. ഞങ്ങളുടെ കോട്ടയ്ക്കൽ അംശത്തിലെ പുതുതലമുറക്കാരനല്ലേ. പേര് പോലും ഞങ്ങൾ കണ്ടുപിടിച്ചു വച്ചിരിക്കുക. കോട്ടയ്ക്കൽ മേഘനാഥന്റെ മകൻ, കോട്ടയ്ക്കൽ കാശിനാഥൻ. എങ്ങനുണ്ട്? പേരിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇല്ല. അതെ, ഞങ്ങളുടെ ചേച്ചിയമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനെ പേരെന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നാടും വീടും ദേശവും അംശവും കോട്ടയ്ക്കലിന്റെ അല്ല, തൃപ്പങ്കോട്ടിന്റെയാ. അതീ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആരെയും. അതെ, എന്റെ മകൻ എന്റെ അച്ഛൻ തൃപ്പങ്ങോട്ട് വാസുദേവന്റെ പുനർജന്മമായിരിക്കും. അച്ഛൻ ദേശം വാണതുപോലെ അവൻ വേണം ഇവിടെ ഇരുന്ന് ഈ ദേശം മുഴുവൻ വാഴാൻ. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ കൊച്ചുമകൻ, തൃപ്പങ്ങോട്ട് കാശിനാഥൻ.
എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഉഗ്രൻ, കൈയടിച്ച് പാസ്സാക്കി. കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട് അവരുടെ അവകാശവാദം. കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ പിൻഗാമിയായി വളരാനുള്ള കുഞ്ഞ് തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ പിൻഗാമിയായി വളരുമെന്ന്. അത് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ നരുന്ത് പെണ്ണിന്റെ നാവ് പിഴുതെടുക്കാമായിരുന്നില്ലേ നിനക്ക് അപ്പ തന്നെ? തോന്നിയതാണമ്മേ, ശരിക്കും തോന്നിയതാ. പക്ഷേ സുഭദ്രയുടെ മുന്നിൽ എനിക്കൊരു പ്രതിച്ഛായ കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അനിയത്തിമാരെ എന്നും എപ്പോഴും കാത്തു സംരക്ഷിക്കുന്ന ചേട്ടൻ എന്ന പ്രതിച്ഛായ. അതുകൊണ്ടാണ് നിശബ്ദനാകേണ്ടി വന്നത്. എന്റെ ഗതികേട് അത്ര തന്നെ. ആ, ഒരു കണക്കിൽ നന്നായെന്നും തോന്നുന്നു. സുഭദ്ര ഗർഭിണിയാ. നീ പെട്ടെന്ന് അനിയത്തിമാരോട് കോപിച്ചാൽ അവൾക്കത് മനോവിഷമം ഉണ്ടാക്കി ഗർഭത്തിലെ കുഞ്ഞിനെ തന്നെ അത് ബാധിച്ചെന്ന് വരും. ഞാനും അതാണമ്മേ ക്ഷമിച്ചത്. പക്ഷേ തൃപ്പങ്ങോട് കീഴടക്കി നെടുനായകനാകാനുള്ള എന്റെ തേരോട്ടത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിച്ച് വിലങ്ങ് തടിയാവാൻ സാധ്യത ആ രാധയുടെ ഭാഗത്തു നിന്നായിരിക്കും. അവള് കാണും പോലെയല്ല, കുഴപ്പക്കാരിയാ. തീർച്ചയായും. എന്തൊക്കെ പറഞ്ഞാലും തൃപ്പങ്ങോട്ട് വാസുദേവൻ വളർത്തിയ കുട്ടികൾക്ക് ആ വീര്യമുള്ളിലുണ്ടാവുമെന്ന് ഉറപ്പ്. കൂടാതെ അവൾ അഭ്യാസി കൂടിയാ. ആവശ്യം വന്നാൽ നേർക്ക് നേരെ നിന്ന് പൊരുതാനും തയ്യാറാ. അതെനിക്കും തോന്നിയിട്ടുണ്ടമ്മേ. അവള് വെറും ഒരു പെണ്ണല്ല, അഭ്യാസിയ. സൂക്ഷിച്ചു വേണം അവളെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ എങ്ങനെ നീ കൈകാര്യം ചെയ്യും? അത് പറഞ്ഞില്ലല്ലോ. അത് പറയാനൊന്നുമില്ലമ്മേ. അനിയത്തിമാർക്ക് തട്ടുകേട് കിട്ടിയാൽ നൊന്ത് നീറാൻ പോകുന്നത് സുഭദ്രയാ. എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ നമുക്കൊരു ഉപകരണമോ ആയുധമോ ആക്കി മാറ്റാമെന്നർത്ഥം. പ്രത്യേകിച്ച് ആ രാധയെ. അവളൊരു ആപത്തിൽപ്പെട്ടാൽ രക്ഷിക്കാൻ ഒരു കൃഷ്ണനും അവതരിക്കില്ല. അതിനാദ്യം വേണ്ടത് അവൾ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കല. അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നാളെ തന്നെ.